സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബലരാമന്റെ അടുത്ത് നിന്ന് പോയ മനോജ് ധനലക്ഷ്മിയെ എടുത്തിട്ട് പെരുമാറാണ്. എന്റെ മോൾക്ക് നീ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്ന് പറയുന്നുണ്ട് മനോജ്. ശ്രീനി തടസ്സം പിടിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിലും മനോജ് വീണ്ടും ധനലക്ഷ്മിയെ എടുത്തിട്ട് തല്ലാണ് കേട്ടോ. പിന്നീട് കൺമണിയെ എന്താ വരാത്തെ, ദേവിജി കൺമണിയുടെ ടെർമിനേഷന്റെ കാര്യം അറിഞ്ഞോ എന്നൊക്കെ കൃഷ്ണ മഹിയോട് ചോദിക്കുമ്പോൾ ദേവിജി അറിഞ്ഞു, ഇങ്ങോട്ട് വന്നിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് മഹി. ഇതേ സമയം ഒരു കൊടുങ്കാറ്റ് പോലെ ദേവിജി അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് കൃഷ്ണനോട്, എന്താ കൃഷ്ണ ഞാനീ കേൾക്കുന്നത്, കൺമണിയെ ടെർമിനേറ്റ് ചെയ്തുന്നോ, അതിനവൾ എന്ത് തെറ്റാ ചെയ്തെന്നൊക്കെ കൃഷി ചോദിക്കുന്നുണ്ട്. ഇത്രയും ആത്മാർത്ഥതയും സ്നേഹവും ഉള്ളൊരു കുട്ടി വേറെ ഉണ്ടാകുമോ? കൺമണിയെ പിരിച്ചുവിടാൻ പാടില്ല, ഇതൊക്കെ ഒരു ചതിയുടെ ഭാഗമാണ്. കൺമണിക്ക് ആരെയും ചതിക്കാൻ പറ്റില്ല ദേവ് സാർ, അതെനിക്കറിയാം, പക്ഷേ തെളിവുകളൊക്കെ അവൾക്കെതിരാണെന്ന് ദേവ് സാർ പറയുന്നുണ്ട്. ഇതേസമയം കൺമണി ആരെയും ചതിച്ചിട്ടില്ല, കൺമണിയാണ് ചതിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് അന്ന് സുമിത്ര വരുന്നുണ്ട്. കൺമണിക്ക് ക്യാഷ് കൊടുക്കുന്നതും മനോജ് കൺമണിയെ ഡിസൈൻ വരയ്ക്കാൻ നിർബന്ധിച്ചതുമായ സകല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് കേട്ട് കൃഷ്ണന് സന്തോഷമാവുന്നുണ്ട്. തന്റെ കൺമണി പൂർണ്ണമായിട്ടും നിരപരാധി ആണല്ലോ എന്നോർത്ത്. ഇതവനൊപ്പം തന്നെ സാഗറിനെ വിളിച്ചു പറയുമ്പോൾ സാഗർ ആകെ ഞെട്ടുന്നുണ്ട്. ബലരാമൻ ഇതിനെക്കുറിച്ച് എന്നോട് സൂചിപ്പിച്ചിരുന്നു, പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. ഇതാണ് സത്യമെങ്കിൽ ഞാൻ കൺമണിയോട് വളരെ നെറിയേടാണ് കാണിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗരം. ഇതേസമയം സുമിത്രയാണ് കൺമണി മിസ്സിംഗ് ആയതിന്റെ പിന്നിൽ എന്ന് വിചാരിച്ച് ബലരാമൻ സുമിത്രയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. അമ്മയാണ് അതിന് പിന്നിലെങ്കിൽ അതിന് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നും ബലരാമൻ പറയുന്നുണ്ട്. അതിന് എനിക്ക് അമ്മയ്ക്ക് എന്ത് തോന്നിയാലും മറുപടി പറയിപ്പിക്കേണ്ടി വരുമെന്നും പറയുന്നുണ്ട്. ഇതേസമയം ബായുവിനോട് ഇക്കാര്യം പറയുന്നുണ്ട് കേട്ടോ സുമിത്ര. ഇത് കേട്ട് അയാൾക്ക് ദേഷ്യം ഇരച്ചു കയറി വരികയാണ്. സാഗറിന് കൺമണി തന്റെ കാൽക്കൽ വീണതൊക്കെ ഓർമ്മ വരികയാണ്. പിന്നീട് ബലരാമനോട്, മനോജ് സർ ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, ഒരു മനസ്സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. സുമിത്ര മേഡത്തിന് കൺമണി എവിടെയാണെന്ന് അറിയുന്നുണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.